ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശി അറിയാതെ ഒരു വലിയൊരു പ്ലാൻ തന്നെയാണ് ചെയ്തു വെക്കുന്നത്. മകളുടെ സങ്കടം കാണാൻ വയ്യാത്തത് കൊണ്ട് തന്നെ പ്രതാപനാണെങ്കിൽ ഇന്നെന്തായാലും മഹിയുടെയും കുഞ്ഞിനെയും സങ്കടം കണ്ടേ മതിയാവുള്ളൂ, എന്നാൽ മാത്രമേ എൻ്റെ കുഞ്ഞ് സന്തോഷിക്കുകയുള്ളൂ എന്നുള്ള കാര്യം പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട പ്രതാപ, എത്രയൊക്കെ തിരിച്ചടി കൊടുത്തിട്ടും കാര്യമില്ല, അതൊന്നും ഏൽക്കാത്ത ജന്മങ്ങളാണ് അവർ. അതുകൊണ്ട് നമുക്ക് ഈ പണി ഇവിടെ വെച്ച് നിർത്താമെന്ന് ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ മോനെ. വീണ്ടും വീണ്ടും നീ മാർക്കോയുടെ കയ്യിൽ നിന്നും അടി വാങ്ങാനാണോ നിൻ്റെ പണിയെന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ. അപ്പോഴേക്കും മുത്തശ്ശിയോട് പ്രതാപം പറയുന്നുണ്ട്, എന്തു തന്നെ ആയാലും എനിക്കൊരു കുഴപ്പമില്ല, ഇനിയിപ്പോൾ ആ കുഞ്ഞിനെ കൊന്നിട്ട് ജയിലിൽ പോയാലും എൻ്റെ കുഞ്ഞിന് ഒരുപാട് സന്തോഷമായുമല്ലോ. എനിക്ക് ആണായിട്ടും പെണ്ണായിട്ടും അവൾ മാത്രമേ ഉള്ളൂ, അവളെ സന്തോഷിപ്പിക്കാൻ ഞാൻ എന്തും ചെയ്യുന്നൊക്കെ പ്രതാപനാണെങ്കിൽ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനാണെങ്കിൽ മുത്തശ്ശി അറിയാതെ പ്രതാപനാണെങ്കിൽ ഒരു ഗുണ്ടയെ ഏർപ്പാടാക്കി ആ കുഞ്ഞിനെ കൊല്ലാൻ തന്നെയായിരുന്നു പ്രതാപൻ്റെ പ്ലാൻ ഇടുകൽ ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും മുത്തശ്ശിയും പ്രതാപനും പരസ്പരം സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. മുത്തശ്ശി പറയുന്നുണ്ട്, നീ എന്തായാലും കരുണയെ സന്തോഷിപ്പിക്കാൻ എന്ത് വേണമെങ്കിലും ചെയ്തു, അതൊന്നും മറ്റൊരാളെ ദ്രോഹിച്ചുകൊണ്ട് ഇനി ആവരുത്. അമ്മയ്ക്ക് എന്താ ഇന്ന് ഭ്രാന്ത് പിടിച്ചു എന്ന് പ്രതാപൻ ചോദിക്കുന്നുണ്ടല്ലോ. എടാ മോനെ, ഇത് ഭ്രാന്ത് പിടിച്ചതിൻ്റെ കുഴപ്പം കൊണ്ടൊന്നുമല്ല, അമ്മയുടെ അനുഭവം കൊണ്ട് പറയാണ്. അപ്പോഴേക്കാണ് ആ ഗുണ്ട അവൻ ആ കരുണാലയത്തിൽ എത്തുന്നത്. അപ്പോഴേക്കും മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ പ്രതാപ, ഇവൻ എന്തിനാണ് ഇവിടെ വന്നത്? ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ കാര്യമില്ലേ ഇതൊന്നും വേണ്ടാന്ന്, പിന്നെ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പ്രതാപ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മുത്തശ്ശിയോട് പ്രതാപൻ ഇങ്ങനെയാണ് പറയുന്നത്, എനിക്കെന്തായാലും ഇതൊന്നും ചെയ്യാതിരിക്കാൻ കഴിയില്ലമ്മേ. കാരണം എനിക്കാകെ ഒരാൺതരിയും പെൺതരിയായിട്ട് അവൾ മാത്രമേ ഉള്ളൂ. അവളെ സന്തോഷിപ്പിക്കാൻ ഇത് മാത്രമേ ഇന്ന് എൻ്റെ മുമ്പിൽ വഴിയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്, ആ മാർക്കോ ഇതൊന്നും അറിയാതിരുന്ന നിൻ്റെ ഭാഗ്യം എന്നൊക്കെ മുത്തശ്ശിയും പറയുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ മഹിയുടെ കുഞ്ഞിൻ്റെ നൂലുകെട്ട് അനന്തുവിൻ്റെയും രേഖയുടെയും വീട്ടിൽ വെച്ചായിരുന്നു നടത്തിയിരിക്കുന്നത് തന്നെ. അങ്ങനെ എല്ലാവരും കൂടെ സന്തോഷമായി ചുറ്റും നിന്ന് ആ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങ് സന്തോഷപൂർവ്വം ആഘോഷിക്കുകയാണ് ചെയ്യുന്നത് തന്നെ. അപ്പോഴേക്കും സാഗറാണെങ്കിൽ അത് മൊബൈൽ ഫോണിൽ പകർത്തുന്ന ഒരു തിരക്കിൽ തന്നെയായിരുന്നു. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, ആദ്യമായിട്ട് കുഞ്ഞിനെ നമുക്ക് അണിയിച്ചൊരുക്കാം, അതല്ലേ ചടങ്ങെന്ന് ചോദിക്കുന്നുണ്ട് മോഹിനിയോടാണെങ്കിൽ. അങ്ങനെ മോഹിനി അതേ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ദുർഗ വാങ്ങിച്ചിരുന്ന അരഞ്ഞാണം കൊണ്ടുവന്നിട്ട് നമ്മുടെ കണ്ണൻ്റെയും മഹിയുടെയും കയ്യിലോട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും കണ്ണനും മഹിക്കാണെങ്കിൽ അത് കണ്ടിട്ട് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. എന്തായാലും അമ്മേ, ഇത് നന്നായി, കാരണം അമ്മ ഒരുപാട് സന്തോഷിക്കും ഈ കാര്യങ്ങൾ അറിഞ്ഞാലും കണ്ടാലും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ മോഹിനി പറയുന്നുണ്ട്, അതാണ് അതിൻ്റേതായിട്ട് ശരി, അതുകൊണ്ടാണ് ഞാൻ ആ അരഞ്ഞാണം കുഞ്ഞിനെ ആദ്യമായി അണിയാൻ വേണ്ടി തന്നിരിക്കുന്നത്. അപ്പോഴേക്കും ആണെങ്കിൽ അനന്ത് പറയുന്നുണ്ട്, ഇത് വേണോ കണ്ണാന്ന് ചോദിക്കുമ്പോൾ വേണം, അമ്മയുടെ മനസ്സ് ഇപ്പം എനിക്ക് ആരെക്കാളിലും അറിയാം, അമ്മയുടെ അനുഗ്രഹം എൻ്റെ കുഞ്ഞിന് ആവശ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ ചരട് കുഞ്ഞിനെ ധരിച്ചു കൊടുക്കുന്നുണ്ട് നമ്മുടെ മോഹിനിയും കണ്ണനൊക്കെ ചേർന്നിട്ടാണെങ്കിൽ. ആ സമയത്താണ് ഹരിയോം എന്ന് പറഞ്ഞ് മറ്റൊരാൾ പുറത്തുനിന്ന് ഒരു സന്യാസി വേഷത്തിൽ അവിടെ എത്തിച്ചേരുന്നത് തന്നെ. ഇയാൾ ഒരിക്കലും നല്ലൊരാളല്ല എന്ന് തിരിച്ചറിയാൻ നമ്മുടെ കണ്ണനും മഹിക്കും സാധിച്ചില്ലായിരുന്നു. അപ്പോഴേക്കുമാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഞാൻ വേണമല്ലോ ചെയ്തു തീർക്കാനെന്ന് പറഞ്ഞ് അയാളുടെ മറുപടിയും അയാൾ പറയുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുമ്പോൾ കണ്ണനും മഹിക്കും ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോഴേക്കും അയാളാണെങ്കിൽ സിദ്ധ്യ കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് ഈ കുഞ്ഞിൻ്റെ നൂലുകെട്ട് ചടങ്ങല്ലേ നിങ്ങളിവിടെ നടത്തുന്നതെന്ന് പറയുമ്പോൾ അതേന്ന് മഹി സന്തോഷത്തോടു കൂടെ പറയുന്നുണ്ട്. സ്വാമി എൻ്റെ മകളെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ രണ്ട് കൈയിലോട്ടും നീട്ടി വാങ്ങുന്നുണ്ട്. ആ സ്വാമിയാണെങ്കിൽ പെട്ടെന്ന് അന്തരീക്ഷത്തിൽ നിന്ന് ഒരു ഭസ്മമെടുത്ത് അയാൾ കുഞ്ഞിൻ്റെ നെറുകിലോട്ട് തൊടുന്നുണ്ട്. അപ്പോഴേക്കും എല്ലാവർക്കും വളരെയധികം തന്നെ അത്ഭുതം തോന്നുന്നുണ്ട്. ഇത്രയും മാന്ത്രികനായ ഒരു സ്വാമിയോ എന്നുള്ള രീതിയിൽ അയാളെ വിശ്വസിക്കുന്നുണ്ട്. അപ്പോഴാണ് ആ മാന്ത്രികനായ സ്വാമിയാണെങ്കിൽ പെട്ടെന്ന് ആ വിഷമേറിയ ആ സ്വാദുള്ള ആ ഒരു സാധനം കുഞ്ഞിൻ്റെ നെറ്റിയിൽ തൊടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ തൊട്ടിട്ട് അവിടെ നിന്ന് പെട്ടെന്ന് ഇറങ്ങി വരികയാണ് ആ സ്വാമിജി ചെയ്തിരിക്കുന്നത് തന്നെ. അപ്പോഴേക്കും മഹിയാണെ പറയുന്നുണ്ട്, ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പോയാൽ പോരെയെന്ന് ചോദിക്കുമ്പോൾ എനിക്കതൊന്നും വേണ്ട, എനിക്ക് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊന്നും ഞാൻ കഴിക്കാറില്ല, എനിക്ക് എൻ്റേതായിട്ടുള്ള ഭക്ഷണ രീതികളൊക്കെ ഉണ്ട്, അതുകൊണ്ടാണ്, മറ്റൊന്നും വിചാരിക്കേണ്ട, വീണ്ടും ഒരു ദിവസം ഞാൻ എന്തായാലും തീർച്ചയായിട്ടും ഇവിടെ വന്നിരിക്കും, കുഞ്ഞിനെ കണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്.
അപ്പോഴേക്കും സ്വാമിയാണെങ്കിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരികയാണ് ചെയ്തത്. അങ്ങനെ പരസ്പരം എല്ലാവരും സംസാരിക്കുന്നുണ്ട്. ഈ കുഞ്ഞിൻ്റെ ഭാഗ്യം, ഇന്ന് ഈ സ്വാമിയുടെ അനുഗ്രഹം കിട്ടിയില്ലേ, അതും അവളുടെ നൂലുകെട്ട് ചടങ്ങിന് ഭാഗ്യമുള്ള കുഞ്ഞാണ് നമ്മുടേതെന്നൊക്കെ മഹിയും കണ്ണനും പരസ്പരം പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ സ്വാമിജി റോഡിൽ കൂടെ നടന്നു പോകുമ്പോൾ എന്തൊക്കെയോ ഒരു ശബ്ദങ്ങൾ കേട്ട് സ്വാമിജിയുടെ മനസ്സ് വല്ലാതെ ഇടറി നിൽക്കുകയാണ്. ആ സമയത്താണ് പെട്ടെന്ന് തന്നെ തൻ്റെ ശരീരത്തിലോട്ട് എന്തോ ഒരു അനുഭവം സ്വാമിജിക്ക് അനുഭവപ്പെട്ടത്. മേലാകെ ചൊറിഞ്ഞു പൊള്ളുന്ന എന്തോ ഒന്ന് ശരീരത്തിലോട്ട് പതിച്ചപ്പോഴേക്കും അവിടുന്ന് ഭയങ്കരമായിട്ട് അലറി വിളിക്കാൻ തുടങ്ങിയിരിക്കുകയാണ് സ്വാമിജി. അതുപോലെ തന്നെ നമ്മുടെ മഹാലക്ഷ്മിയുടെ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ വാങ്ങിച്ച അയാളും അവിടെ എത്തുകയുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേർക്കും നല്ല മുട്ടൻ ശിക്ഷ തന്നെ അമ്മ കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മുടെ പ്രതാപനും മുത്തശ്ശിയും ഭയങ്കരമായിട്ട് ചൊറിയൽ തുടങ്ങിയിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് കരുണാലയത്തിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഇതെല്ലാം കണ്ട് മാറി നിന്ന് ആ സിദ്ധിയായ അമ്മ സന്തോഷിക്കുന്നുണ്ട്. അമ്മ എന്താ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നത്, ഇതെന്ത് പറ്റി, പതിവില്ലാത്തൊരു സന്തോഷം മുഖത്ത് എന്ന് ചോദിക്കുമ്പോൾ മാർക്കോയോട് അമ്മ പറയുന്നുണ്ട്, കുഞ്ഞിനെ ദ്രോഹിക്കാൻ വേണ്ടി കുറച്ച് സിദ്ധന്മാർ ആ വീട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്ന്. കണ്ണൻ്റെയും മഹിയുടെയും കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയിട്ട് എന്തോ ഒരു ഭസ്മം കുഞ്ഞിൻ്റെ തലയിലോട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പണിയാണ് ഞാനിപ്പോൾ അവർക്കെല്ലാവർക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, എന്ത് പണിയാ അമ്മേ, എന്നിട്ടും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട് സിദ്ധയായ അമ്മയോടും. അപ്പോഴേക്കും അമ്മ പറയുന്നുണ്ട്, കുഞ്ഞിനൊന്നും സംഭവിക്കില്ല, അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നതുമില്ല. എന്തായാലും ഇപ്പോൾ ആ സിദ്ധന്മാരൊക്കെ റോഡിൽ നിന്ന് ഭയങ്കരമായിട്ട് അനുഭവിച്ചിരിക്കുകയാണ്. എന്തായാലും നീ അങ്ങോട്ടേക്ക് ചെല്ല്, എന്നിട്ട് വിരട്ടി വിട്ടിട്ട് ഒന്നിങ്ങോട്ടേക്ക് വാ. ഇനി ആ കുഞ്ഞിൻ്റെ മേലെ അവൻ്റെ ഒന്നും കൈ പതിയാനേ പാടില്ല എന്നൊക്കെ അമ്മ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മാർക്കോ അനുസരിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ മാർക്കോയ്ക്കാണെങ്കിൽ കുഞ്ഞിന് നൽകാൻ വേണ്ടി വലിയൊരു ചരട് തന്നെയാണ് അമ്മ പൂജിച്ച് നൽകുന്നത്. ഇതാ കുഞ്ഞിൻ്റെ കയ്യിൽ അണിയിക്കണം, അവൾ എല്ലാവരിൽ നിന്നും രക്ഷപ്പെടുന്ന ഒരു വലിയൊരു സത്യമായ മാർഗമാണ് ഞാൻ നിനക്കിപ്പോൾ സമ്മാനിച്ചത്, ഇത് നീ ആ കുഞ്ഞിൻ്റെ കയ്യിൽ അണിയിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ മാർക്കോ പറയുന്നുണ്ട്, ശരി അമ്മേ, ഞാനെന്നാൽ അങ്ങോട്ടേക്ക് പോയിട്ട് തീർച്ചയായിട്ടും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരാം അമ്മേ എന്നൊക്കെ പറയുന്നിട്ട് മാർക്കോ ആണെങ്കിൽ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ രേഖയുടെ കയ്യിൽ എപ്പോഴും കുഞ്ഞിനെ കണ്ടിട്ട് നമ്മുടെ കണ്ണനാണെങ്കിൽ അതൊന്നും അത്ര പിടിക്കുന്നേയില്ല, തീരെ മഞ്ജുവിനും ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. എപ്പോഴും രേഖ ഇങ്ങനെ കുഞ്ഞിനെ എടുത്തിട്ട് മഹിക്കിന് കുഞ്ഞിനെ കിട്ടാതാവുമോ എന്നുള്ള ഭയം നമ്മുടെ മഞ്ജു ആണെങ്കിൽ കണ്ണനോടായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണനാണെങ്കിൽ പറയുന്നുണ്ട്, ഈ പേടി എനിക്കും ഉണ്ടായിരുന്നു മോളെ, കാരണം രേഖയാണെങ്കിൽ കുഞ്ഞിനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട്, അവൾ ഒരുപാട് നമ്മളെയൊക്കെ സഹായിച്ചിട്ടുണ്ട്, എന്നാലും കുഞ്ഞിൻ്റെ ഈ ഒരു ഭയം എനിക്കും ഉണ്ടെന്ന് പറയുമ്പോൾ മഞ്ജു ആണെങ്കിൽ കണ്ണനോട് പറയുന്നുണ്ട്, ഏട്ടൻ എന്തായാലും ഇത് അനന്തുവേട്ടനായിട്ട് സംസാരിക്കേണ്ട കാര്യം തന്നെയാണ്. ഒരു കുഞ്ഞിനെ വയറ്റിൽ ചുമക്കുന്ന ഒരാളാണ് ഞാൻ, എൻ്റെ കുഞ്ഞിനോടുള്ള സ്നേഹവും എനിക്കെന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ഒരു കാര്യം കൂടുതൽ വഷളാകുന്ന മുന്നേ ഏട്ടത്തിയോടും പിന്നെ രേഖയോടും അനന്തുവേട്ടനോടൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും ഇതൊക്കെ ശരിയാക്കണം എന്നൊക്കെ മഞ്ജു പറയുമ്പോൾ കണ്ണൻ അതേ ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അനന്തുവിനോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അനന്തു പറയുന്നുണ്ട്, എനിക്ക് ഈ കാര്യം മനസ്സിലാവും കണ്ണ, നിൻ്റെ വിഷമവും സങ്കടമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെങ്കിൽ ഞാനിപ്പോൾ എന്താ ചെയ്യുക, രേഖയ്ക്ക് അവളോടുള്ള സ്നേഹം എത്രയാണെന്ന് നിനക്കും അറിയാലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ അനന്തു ആണെങ്കിൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളാരും പേടിക്കേണ്ടതില്ല, ഞാനെന്തായാലും രേഖയെ പറഞ്ഞ് മനസ്സിലാക്കാം, നിങ്ങളൊരാളും പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് അനന്തു ആണെങ്കിൽ. അപ്പോഴേക്കും കണ്ണൻ പറയുന്നുണ്ട്, നിനക്ക് എപ്പോൾ വേണമെങ്കിലും കുഞ്ഞിനെ വന്ന് കാണാം, എടുക്കാം, സംസാരിക്കാം, പക്ഷെങ്കിൽ എൻ്റെ മഹി വേദനിക്കുന്നത് എനിക്കിഷ്ടപ്പെടില്ല, അതുകൊണ്ട് മാത്രം പറഞ്ഞതേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.